ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പായിട്ടുള്ള മീഷോ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിനെ പറ്റിയാണ്. സോ ഈ ഒരു ലോൺ കിട്ടണമെങ്കിൽ കുറച്ച് എലിജിബിലിറ്റി, കുറച്ച് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മീഷോയിലെ ഈ ഒരു ലോണിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യമായി മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ മീഷോ പേ ലൈറ്റർ അതുപോലെ മീഷോ ലോൺസ് എന്ന് കാണാം. അതിൽ മീഷോ ലോൺസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എത്ര രൂപ വരെ നിങ്ങൾക്ക് ലോൺ ലിമിറ്റ് അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് കാണിക്കാൻ പറ്റും. എനിക്കിവിടെ 25,000 രൂപയാണ്. സോ അതിലെനിക്ക് 16,000 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ് ടു 25,000 വരെ നമുക്ക് ലോൺ ലഭിക്കും. എനിക്കിവിടെ 16,000 രൂപയാണ് അപ്രൂവൽ ആയത്. 3 മാസത്തെ EMIയിൽ 5,850 പെർ മന്തിലാണ് എനിക്ക് ഈ ലോൺ അപ്രൂവൽ ആയിട്ടുള്ളത്. സോ ഈ ഒരു എമൗണ്ട് എനിക്ക് ബാങ്കിലോട്ട് എടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ 5,500 സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പം സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കാണിക്കും. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ആ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ നമ്മുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ വരേണ്ടത് അതെല്ലാം സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പക്ഷേ ഇത് എല്ലാ മീഷോ യൂസേഴ്സിനും കിട്ടില്ല. സെലക്റ്റഡ് യൂസേഴ്സിന് മാത്രമേ ഈ ഒരു ലോൺ ഓഫർ കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ മീഷോയിൽ റീസെല്ലർ ആയിരിക്കണം. ഇനി റീസെല്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി റീസെല്ലേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് കൂടെ കാണിച്ചു തരാം. നിങ്ങളൊരു റീസെലർ ആണെങ്കിൽ നിങ്ങളുടെ ഡാഷ്ബോർഡ് പോയതിന് ശേഷം നിങ്ങളവിടെ താഴെയായിട്ട് ഇൻസ്റ്റൻറ്റ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതായത് ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ക്യാഷ് അപ് ടു 5 lakh എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മീഷോ, നിങ്ങൾ റീസെലർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മീഷോ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ് എന്നാണ് അർത്ഥം. അതിനുശേഷം താഴെയുള്ള അപ്ലൈ നൗ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീഷോ ഇൻസ്റ്റൻറ്റ് ക്യാഷിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ഹൗസ് നെയിം, അതുപോലെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അതുപോലെ പിൻകോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് ആ കോളം 2 ടിക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ഫൈനൽ ഓഫർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായി കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്ര ലോൺ എമൗണ്ട് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ്, മറ്റ് ഡീറ്റെയിൽസ്, മറ്റ് ഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും. അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത നിങ്ങളൊരു സെൽഫി അപ്ലോഡ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾ ആ ഒരു നെക്സ്റ്റ് ഭാഗത്ത് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ഒരു എഗ്രിമെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ സൈൻ ചെയ്യുക. അതായത് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ഓട്ടോ ഡെബിറ്റ് സെറ്റപ്പും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങളൊരു റീസെല്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്